പിന്നെ കോട്ടയത്തേക്ക് ഇറങ്ങുന്നുണ്ടോ പ്രചരണത്തിന്? അത് തീരുമാനമായോ? അല്ല, ഞാൻ ഈ വിളിക്കാത്തടത്ത് ഇതുവരെ ഉണ്ണാൻ പോയിട്ടില്ലെന്ന്. വിളിക്കാതെ എങ്ങനെ വിളിക്കാത്തടത്ത് കയറി ഞാൻ വിളിക്കാത്ത കയറി ചെയ്യണം, പക്ഷേ ഉണ്ണാൻ പറ്റില്ല നമുക്ക്, അത് മോശമില്ല. അല്ല, BJP അത് തീരുമാനിക്കേണ്ടതെന്നാണ് തുഷാർ പറയാറുള്ളത്. അയാൾ എങ്ങനെ വിവരക്കടലിൽ വല്ലതും പറയാറുണ്ട്? അത് സാരില്ല, പയ്യൻ്റെ മൈൻഡ് ചെയ്യാൻ പോകണ്ട. ഇപ്പോഴും സ്മോൾ ബോയ് തന്നെയാണ്. സ്മോൾ ബോയ്യാ മനസ്സ്. ഒരു രാഷ്ട്രീയക്കാരനായില്ല, ഒരു രാഷ്ട്രീയക്കാരനാകണം, അപ്പം ആ സ്വഭാവമൊക്കെ മാറും. BJP ഇനിയുള്ള ദിവസങ്ങളിൽ എവിടേക്കാണ് പ്രചരണം? അതൊക്കെ തീരുമാനിച്ചോ? ലിസ്റ്റ് ആയോ? അത് BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി തരുന്ന പ്രോഗ്രാം അനുസരിച്ച് ഞാൻ പോവുക. എങ്ങനെയുണ്ട് BJPയിൽ എത്തിയ ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ എക്സ്പീരിയൻസ്? എനിക്ക് വളരെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന അനുഭവം മാത്രമേ ഉള്ളൂ. ഇന്നലെ ഞാൻ റാന്നിയിലാണ്. BJPയുടെ മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകന്മാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ മുക്കൂട്ടറ ചെന്നപ്പോൾ ആ മേഖലയിലുള്ള BJPക്കാർ മുഴുവൻ, എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ പഴയ ജനപക്ഷക്കാർ ഇപ്പം BJP ആയിട്ട് മാറില്ലോ. പക്ഷേ ഞാൻ ജനപക്ഷ BJP ആയെങ്കിലും ജനപക്ഷം പ്രവർത്തകരെ മുഴുവൻ BJPയിലേക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് ചേർക്കാനുള്ള അവസരം കിട്ടിയില്ല എനിക്ക്. അത് ഈ ഇലക്ഷൻ കഴിഞ്ഞ് നടക്കില്ല. എങ്കിലും നമ്മുടെ BJPക്കാരെ പോലെ തന്നെ നമ്മുടെ പഴയ ജനപക്ഷം പ്രവർത്തകരെല്ലാം തന്നെ മുക്കൂട്ടർ മുഴുവൻ പേരും ഉണ്ടായിരുന്നു. വളരെ അനുകൂലവും സന്തോഷം. പത്തനംതിട്ടയിൽ ജയിക്കും എന്ന് പറയുമ്പോൾ ഒരു എന്ത് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് BJP? ഭൂരിപക്ഷം ഞാൻ പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന കുഴപ്പം ആൻഡോ ആൻ്റണിക്ക് കാരണം 3 വർഷം 15 കൊല്ലം ഒന്നും ചെയ്തിട്ടില്ല, നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, നാട്ടുകാരെ കണ്ടാൽ അറിയില്ല. പുള്ളി അമേരിക്കയിൽ ഇംഗ്ലണ്ടിലൊക്കെയാണ് കറങ്ങിയിടക്കുക, കാനഡയിലൊക്കെയാണ്. അപ്പോൾ ഒരു മര്യാദയില്ലാത്ത പോക്കാം. ആകെപ്പാടെ പറഞ്ഞ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടുന്ന എംപിയുടെ ഐറ്റമിൽ സംഭവമാണ്. അങ്ങനെ ഞാൻ എന്തായാലും ഇട്ടിരിക്കുന്നു. പിന്നെ വെയിറ്റ് ഷർട്ട് ഉണ്ടാക്കി. ഞാനിവിടെയൊക്കെ അന്വേഷിച്ചിട്ടാകാം പത്തനംതിട്ട ഭാഗത്ത് ഒരു കവലയിൽ തന്നെ 3 വെയിറ്റ് ഷർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നത്തേന്ന് എനിക്കറിയത്തില്ല. ആ ഒരു വെയിറ്റ് ഷർട്ടിന് 25 ലക്ഷം രൂപ വന്നു. ഞാനത് എടുത്ത് എസ്റ്റിമേറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഒരു 6 ലക്ഷം രൂപ അതിനും നല്ല വെയിറ്റ് ഷർട്ട് ഉണ്ടാക്കാം. പിന്നെ എങ്ങനെ 25 ലക്ഷം രൂപ പോയെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ പെരുദോഷം ഉണ്ടാക്കും. ആൻഡോ ആൻ്റണിക്ക് അപകടം.